ഭാരതത്തിൻ്റെ മണ്ണിൽ വിശുദ്ധിയുടെ തിരുനാളം കൊളുത്തിയ പുണ്യപുഷ്പം വിശുദ്ധ അൽഫോൻസമ്മ. സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് വേദനകളെ പ്രാർത്ഥനയാക്കി മാറ്റിയ ആ ജീവിതം ഓരോ വിശ്വാസിക്കും പ്രത്യാശ നൽകുന്നു. കഷ്ടതകളുടെ കുരിശിൽ തളരാതെ ദൈവസ്നേഹത്തിൽ അടിയുറച്ച ആ വിശുദ്ധിയുടെ പാത നമ്മെയും സ്വർഗീയ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ് തൊടുപുഴ ശാഖ അവതരിപ്പിക്കുന്ന സഹനപുത്രി, ദ ജെന്റിൽ ഡോട്ടർ ഓഫ് എൻഡ്യൂറൻസ്, എക്കോയിങ് ദ ഹോളി ലൈഫ് ഓഫ് സെയിന്റ് അൽഫോൻസ. ഭാരത മണ്ണിന് ദൈവം നൽകിയ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസ. സഹനത്തിൻ്റെ വഴിത്താരയിൽ ഈശോയോടുള്ള സ്നേഹം വിതച്ച് സ്വർഗം നേടിയെടുത്ത യുവകന്യക. സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ചപ്പോൾ അവൾക്ക് ലഭിച്ചത് വേദനയുടെയും സഹനത്തിൻ്റെയും ദുരിത വഴികളാണ്. 1910 ഓഗസ്റ്റ് 19 മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ പുത്രിയായി വിശുദ്ധ അൽഫോൻസ ജനിച്ചു. നന്നേ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട അൽഫോൻസാമയെ വളർത്തിയത് പേരമ്മയും വല്യമ്മയും ചേർന്നാണ്. വളരെ ചിട്ടയിലും നിയന്ത്രണത്തിലുമാണ് പേരമ്മ അന്നക്കുട്ടിയെ വളർത്തിയത്. കർത്താവിൻ്റെ മണവാട്ടിയാകാൻ അതിയായി ആഗ്രഹിച്ച അവൾ തനിക്കെതിരെ വന്ന എല്ലാ എതിർപ്പുകളെയും വകവയ്ക്കാതെ 1927 ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്നു. 1930 മെയ് 19 ഈശോയുടെ മണവാട്ടിയായി സഭാവസ്ത്രവും പ്രഥമ വ്രത വാഗ്ദാനവും നടത്തി. തുടർന്ന് ക്ലാരസഭയുടെ കീഴിലുള്ള സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. രോഗങ്ങൾ ഓരോന്നായി അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അനാരോഗ്യം മൂലം സ്കൂൾ സേവനം നിർത്തിയെങ്കിലും ജീവിത സങ്കടങ്ങളുടെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ സുസ്മേധവദനയായി അൽഫോൻസാമ കാണപ്പെട്ടു. കുരിശു തന്നെയാണ് ഈശോ സ്നേഹിക്കുന്നത് എന്നും സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുന്ന് കുരിശുകളും സങ്കടങ്ങളും കൊടുക്കുകയുള്ളൂ എന്നും അവൾ വിശ്വസിച്ചു. ടൈഫോയിഡും പനിയും ചുമയും പാരവശ്യവും രക്തസ്രാവവുമെല്ലാം ജീവിതാവസാനം വരെ നീണ്ടുനിന്നു. ഈ സഹന വഴികളിലും ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നിയിൽ ലയിക്കുവാൻ അൽഫോൻസാമ കൊതിച്ചു. 1946 ജൂലൈ 28 ഭൗതിക സഹനങ്ങൾക്ക് വിടുതൽ നൽകി ഈശോയുടെ സ്വർഗീയ പരദീസയിലേക്ക് പറന്നുയർന്നു. ഇന്നും അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവിടമായി ഈശോയുടെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു ചേച്ചിയായി വിശുദ്ധ അൽഫോൻസ നിലകൊള്ളുന്നു. ഈ പുണ്യവതിയിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവിക ഭാവങ്ങൾ സ്വന്തമാക്കി നമുക്കും വിശുദ്ധരായി മാറാം.